പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടി ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളാൽ അദ്ദേഹം ഇപ്പോൾ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ചികിത്സയിലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ ആരാധകരായ മുഴുവൻ കലാസ്നേഹികളും സിനിമാ സ്നേഹികളും അകമഴിഞ്ഞ പ്രാർത്ഥനയിലാണ് അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നും വളരെ ഹ്രസ്വമായ ഒരു ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് പരിഹാരമാകുമെന്നുമാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. ഞാനിപ്പോൾ ഈ വിഷയം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി സർവരും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമെല്ലാം അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റൊരു മഹാനടനായ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ശബരിമല സന്ദർശനത്തിനിടയിൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്തി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. എല്ലാവരും അതിനെ അദ്ദേഹത്തിൻ്റെ മഹാമനസ്കതയായിട്ടും ആ ശാസ്താവിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരോരോരുത്തരും വീട്ടിലിരുന്നു പോലും ആ ശാസ്താവിനെ വിളിച്ച് ഈ മോഹൻലാൽ നടത്തിയ പ്രാർത്ഥനാ കർമ്മം ഫലപ്രദമാക്കണേ എന്നുള്ളുരുകി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു വന്നത്. എന്നാൽ ഇന്ന് അത് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോയിരിക്കുകയാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഇസ്ലാമിക പണ്ഡിതനുമായ ഒ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ തരത്തിൽ മോഹൻലാൽ ഒരു കർമ്മം ശബരിമല നടത്തിയതെങ്കിൽ അത് മമ്മൂട്ടിയുടെ വിശ്വാസത്തെ തകർക്കുന്നതാണെന്നും അദ്ദേഹം വീണ്ടും ദൈവത്തിൻ്റെ നാമം ചൊല്ലി മുസ്ലിമിലേക്ക് മടങ്ങണം എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. നമുക്കതേക്കുറിച്ച് ആ ശബ്ദം ഒന്ന് കേട്ടിട്ട് മുന്നോട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാം അതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. അധിക പ്രസംഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നിർവഹിക്കുന്നു എന്നാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിന്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു കിടന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ്. കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണ്. പണ്ട് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഴി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്തയെ കണ്ടില്ലേ, മനാത്തെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ശൈത്താനാണെന്ന് കൂടിയിട്ട് അതിന്റെ ഷഫാഅത്ത് തുർത്തജ, അവരുടെ ഷഫാഅത്ത് സംഭവ്യമാണ്, പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ടനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഉടനെ തിരുത്തപ്പെട്ടു. ഓരോ നിലക്കും അത്തരത്തിലുള്ളതായ ലാത്തയാവട്ടെ, ഉസ്സയാവട്ടെ, ശബരിമല ശാസ്താവാവട്ടെ, മറ്റാരാവട്ടെ, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല. ഇവിടെ വന്ന് ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നത് സമുദായത്തിൽ വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും. ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാവുന്നതല്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഓക്കെ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ രണ്ട് നടന്മാരെ, അവരിലെ നടന്മാരെ മാറ്റി നിർത്തിയിട്ട് 19 വർഷങ്ങളായി നമുക്കറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും. അവരെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവർ രണ്ടുപേരും അവരവരുടെ മതങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിട്ടാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. അവരുടെ വിശ്വാസങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങൾക്കെതിരെയോ ഒരു വിദ്വേഷ പ്രസംഗമോ വർത്തമാനമോ നടത്തിയതായിട്ട് നമുക്ക് എവിടെയും കേട്ടറിവ് പോലുമില്ല. മമ്മൂട്ടിയാണെങ്കിൽ അദ്ദേഹം ഒരു മുസൽമാന് വേണ്ട അത്യാവശ്യം കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നയാളാണ്. അദ്ദേഹം നമസ്കരിക്കുന്നയാളാണ്, നോമ്പ് പിടിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ദാനധർമ്മങ്ങളൊക്കെ വളരെ കോപ്യമായി തന്നെ നിർവഹിക്കുന്ന ഒരാളുമാണ്. നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് ഈ ഈദ്ഗാഹുകളിൽ മമ്മൂട്ടി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുന്നെങ്കിലും അദ്ദേഹം വെള്ളിയാഴ്ചകളിലും മറ്റ് നമസ്കാരങ്ങളും എല്ലാം കൃത്യമായി നിർവഹിക്കുന്ന ആളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവസേനയുള്ള 5 നേരത്തെ നമസ്കാരം പോലും അദ്ദേഹം ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ, ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ അദ്ദേഹം നിർവഹിക്കുന്നതായിട്ട് പലപ്പോഴും പല വാർത്തകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെ ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാം ഉപരി ഇവരിരുവരും ഓരോ മതത്തിലും പെട്ട പണ്ഡിതന്മാരെയും പ്രധാന വ്യക്തികളെയും എല്ലാം അങ്ങേയറ്റം ബഹുമാനിക്കുന്നതൊക്കെ നമ്മൾ ഓരോ സദസ്സുകളിൽ കാണാറുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെ വിശ്വാസമുള്ളവരും പരസ്പരം ബഹുമാനിക്കുന്നവരുമായ ഈ രണ്ട് വ്യക്തികൾക്കിടയിൽ ഈ തരത്തിൽ ഒരു വിവാദപരമായ ഒരു പ്രസ്താവന നടത്തേണ്ടതുണ്ടോ എന്ന് ഒ അബ്ദുള്ളയെ പോലെയുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു നിയമം പറഞ്ഞതായിരിക്കാം ഒരു സാഹചര്യം വെച്ചിട്ട്. പക്ഷേ ഇവിടെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വിശദീകരണത്തിന്റെ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒട്ടധികം വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള വ്യത്യസ്ത മതക്കാരായിട്ടുള്ള സിനിമ ആരാധകരുള്ള രണ്ട് നടന്മാരാണ് ഇവർ. അവരെ വിമർശിക്കുമ്പോൾ അല്ലെ അവരെ ചൂണ്ടി ഒരു കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കുവാനും അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുവാനും ധാരാളം ആളുകളുണ്ടെന്ന് ഒ അബ്ദുള്ളയെ പോലെയുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടിയിരുന്നുവെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹത്തിന് അത് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം
മമ്മൂട്ടി ഒരിക്കലും മോഹൻലാലിനോട് പറയാനിടയില്ല നിങ്ങൾ ശബരിമലയിൽ പോകണമെന്നും അവിടെ എനിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തണമെന്നും ഒരിക്കലും പറയില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം ദൈവത്തിൽ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിന് തുല്യം മറ്റൊരാളിനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീനിൽ നിന്ന് അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണെന്ന് എല്ലാ മുസ്ലിങ്ങളും അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനെ മുസ്ലിങ്ങളുടെ ഇടയിൽ, ഇസ്ലാമിന്റെ ഇടയിൽ അതിന് ശിർക്ക് എന്നാണ് പറയുക. ദൈവത്തോടൊപ്പം മറ്റൊരാളെ അല്ലെ മറ്റൊരു എന്താ പറയുക, ഒരു ആരാധനാമൂർത്തിയെ കൂടി ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശിർക്കെന്നാ പറയുക. അത്രത്തോളം കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാനുള്ള വിവരക്കേടൊന്നും ഉള്ള ആളല്ല മമ്മൂട്ടി. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മതപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം എന്നാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉമ്മയും വാപ്പയും എല്ലാം ആ തരത്തിൽ ദൈവവിശ്വാസമുള്ള ആളുകൾ തന്നെയായിരുന്നു. അതിൽ നിന്ന് ദൈവത്തോടൊപ്പം അല്ലെ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉള്ള ആള് തന്നെയാണ് മമ്മൂട്ടി. അപ്പൊ ഒരിക്കലും മമ്മൂട്ടി മോഹൻലാലിനോട് പറഞ്ഞിട്ട് നിങ്ങൾ ശബരിമലയിൽ പോയി എനിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തൂ എന്ന് പറയാൻ സാധ്യത ഒരിക്കലുമില്ല, പറയുകയുമില്ല. പിന്നെ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാല് മമ്മൂട്ടിയെടുത്ത് ചോദിച്ചിട്ടൊന്നും ആയിരിക്കില്ല അത് നടത്തിയത്. അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം അങ്ങേയറ്റം ഒരു ആരാധിക്കുന്ന ഒരു മൂർത്തി ഭാവമായ ശബരിമല ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം സ്വയം എടുത്ത ഒരു തീരുമാനമായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടി, തൻ്റെ സഹപ്രവർത്തകന് വേണ്ടിയിട്ട് ഒരു കർമ്മം നടത്തിക്കളയാമെന്ന്. അത് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചതിൽ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. അബ്ദുള്ള തന്നെ തൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് മമ്മൂട്ടി അറിയാതെ മോഹൻലാൽ തന്നെ ചെയ്തതാണെങ്കിൽ അതിൽ തെറ്റില്ല എന്നാൽ പറയുന്നുമുണ്ട്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ അപ്പൊ ആ തെറ്റ് ഇവിടെ ഉത്ഭവിക്കുന്നതേ ഇല്ല. പിന്നെ ഈ ഒരു സന്ദർഭം വെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്താനാണ് അബ്ദുള്ള ശ്രമിച്ചതെങ്കിൽ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് അസ്ഥാനത്തായി പോയി എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കാര്യത്തിലായപ്പോൾ ഈ നടത്തിയ പ്രയോഗം അസ്ഥാനത്തായി പോയി എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. എന്തായാലും ഇത് ഏതാനും മണിക്കൂറുകളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലൊക്കെ വളരെ വളരെ വിവാദപരമായ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ഇതിനെ അത്രത്തോളം ഗൗരവമായി ഒന്നും കാണേണ്ട കാര്യമില്ല. ഇത് ഇത്തരത്തിലൊരു വിമർശനത്തിന് ഒരിക്കലും അർഹരല്ല മമ്മൂട്ടിയും മോഹൻലാലും. അവര് ദൈവവിശ്വാസികളായ രണ്ട് കലാകാരന്മാരാണ്. അവരവരുടെ വിശ്വാസങ്ങൾക്കോ അല്ലെ അവരുടെ സൽക്കർമ്മങ്ങൾക്കോ എവിടെയും ഇന്നുവരെ ഒരു വീഴ്ച വരുത്തിയതായിട്ടൊരു ഉദാഹരണം പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് അതിനെ ആ തരത്തിൽ വിട്ടുകളയണം എന്ന് തന്നെയാണ് എൻ്റെ എളിയ അഭിപ്രായം. ഞാൻ ഈ ഹ്രസ്വമായ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം. നിങ്ങൾ ഈ നേർമുഖം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ലൈക്കും രേഖപ്പെടുത്തണമെന്നും തുടർന്നും നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.